അങ്ങനെ കാത്തിരുന്ന് ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പോളിനേഷൻ ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു. പോളിനേഷൻ ചെയ്ത് ഇത് പഴുക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. പോളിനേഷൻ ചെയ്തതിന് ശേഷം ഇത് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഈ ചാനലിൽ തന്നെ മുന്നത്തെ ഒരു വീഡിയോ നമ്മൾ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വലിപ്പം ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വലിപ്പം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വലുപ്പത്തിൽ വന്ന ആ വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് പോളിനേഷൻ ചെയ്താൽ തന്നെ നല്ല വലിപ്പം വയ്ക്കുള്ളൂ എന്ന് അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇത് നല്ല പഴുത്ത് നല്ല വലിപ്പം വെച്ച് മുറിക്കാനായിട്ടുള്ള പാകമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്നപ്പോൾ ബാക്കിയുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടാമത് പോളിനേഷൻ ചെയ്തായിരുന്നു. അപ്പോൾ അതൊന്ന് പോയി നോക്കിയപ്പോൾ അതിൽ നിറയെ ഉറുമ്പായിരുന്നു. അപ്പോൾ ഉറുമ്പിനൊക്കെ തട്ടിക്കളഞ്ഞ് നോക്കിയപ്പോൾ അത് പഴുക്കുന്നേ ഉള്ളൂ, പറിക്കാറായിട്ടില്ല. അപ്പോൾ പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പറിക്കാമെന്ന് വെച്ചിട്ട് അവിടെ നിർത്തി. അപ്പോൾ ഇത് താഴെ കൊണ്ടുപോയിട്ട് മുറിച്ച് നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒരു കഷ്ണം കഴിച്ചു, എല്ലാവർക്കും കൊടുത്തു. നല്ല പഴുത്ത് പാകമായ കാരണം കൊണ്ട് പെട്ടെന്ന് പീൽ ചെയ്ത് പോന്നു അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.